വെള്ളമോ അല്ല, എന്താണ് അല്ലാത്ത ഭാഷ പറ. വെള്ളപ്പൊക്കത്തിന് പോകുന്നല്ല. റെസ്ക്യൂ. എന്തിന്റെ റെസ്ക്യൂ? ഫയർഫോഴ്സിലാണ്. ഞാൻ സിവിൽ ഡിഫൻസ് വോളണ്ടിയർ ആണ്. എങ്ങനെ കയറി പറ്റി? ഈ സാധാരണക്കാരായ LIC എങ്ങനെ ഇവിടെ എത്തി? പറയാൻ ആർക്കില്ല ഒരാൾക്ക്. ചാരിറ്റി മാത്രമല്ല, പറ. സാമൂഹ്യ പ്രവർത്തനം എടുത്തോ, പറ. ചെയ്യാനുള്ള മനസ്സ്. ഫയർഫോഴ്സിൽ പോയാൽ ചുമ്മാ എടുക്കുവോ? വെള്ളത്തിൽ ചാടാൻ പറഞ്ഞാൽ വെള്ളത്തിൽ ചാടണം. തീ കണ്ടാല് അണയ്ക്കാൻ ശ്രമിക്കണം. ഒരു പാടം കത്തിയാൽ അത് തീ അണയ്ക്കാൻ നോക്കണം. ഒരു കുട്ടിയുടെ കയ്യില് വിരലില് കയറി മോതിരം കുഴിഞ്ഞ അത് കണ്ടിച്ചു കളയാൻ നോക്കണം, അല്ലെ? തലയൊക്കെ കത്തി കയറ്റുമല്ലേ കൊണ്ടിത് പിള്ളേര് അതൊരു മനസ്സ്. മരത്തെ കയറി തൂങ്ങുന്നെന്ന് പറഞ്ഞാല് ഫയർഫോഴ്സല്ലേ പോയി രക്ഷപ്പെടുത്തുന്നത് ആണോ? അപ്പൊ അതൊക്കെ ഒരു മനസ്സാണ്. ഞാൻ അങ്ങനെ ഞൂണ്ട് ഫയർഫോഴ്സിൽ കയറി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇതിൽ നിന്നൊക്കെ? മെടുപിടിക്കല്ല, അതെല്ലാവർക്കും മാഡം മെടുപിടിക്കല്ല. മനസ്സുണ്ടെങ്കിലേ നമുക്ക് എവിടെ എത്താൻ പറ്റും. മനസ്സ് വേണം. മനസ്സ് വെച്ചാൽ മാത്രമേ നടക്കൂ. ഇല്ല നടക്കുവോ? ശരിക്കും ഒരു കോൾ വന്നു. ഇപ്പൊ ഒരു കോൾ ഞാൻ എന്തുകൊണ്ടാ സുമേനെ ഫോണിൽ ഏൽപ്പിച്ചെന്നറിയാം. വേണമെങ്കിൽ സൈലന്റ് ആക്കി വെക്കാം. ചിലപ്പോൾ അർജന്റ് കോള് വരും. ഇപ്പൊ ഞാൻ സുമേടുത്ത് വെച്ചു, ആര് വന്നാലും കോൾ എടുത്തു. ക്ലാസ്സിലാതെ പറഞ്ഞാൽ മതി. അപ്പൊ അവർക്ക് സമാധാനം. കോൾ എടുത്തില്ലെങ്കിൽ അവർക്ക് ടെൻഷൻ ആയിരിക്കും. വിളിച്ചിട്ട് കിട്ടിയില്ല. ചിലപ്പോൾ ഇതുപോലത്തെ കുരുക്കൊക്കെ ആയിരിക്കും വിളിക്കുന്നത്. പറഞ്ഞാൽ അവർ അടുത്ത സൊല്യൂഷൻ കണ്ടെത്തും. നമ്മൾ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ വിളിക്കും. അവിടെ ഞാൻ ഉണ്ട് കയറി. ഇതെന്താണ്? ട്രെയിനിൽ കുഴഞ്ഞു വീണ് ഒരാള്, അദ്ദേഹത്തിന്റെ പേരുണ്ട് അപ്പുറത്തുണ്ട് അല്ലെ, അത് ഞാൻ പറയാം. ഒരാള് ട്രെയിൻ യാത്ര ചെയ്യായിരുന്നു. ഗുരുവായൂർ അമ്പലത്തിൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരികയായിരുന്നു. വരുന്ന വഴി ഇവിടെ ഇറങ്ങേണ്ട ആളാണ്, ആലുവയിൽ ഇറങ്ങേണ്ട ആളാണ്. കൊല്ലമെത്തി. ഇന്റർസിറ്റി രാവിലെ പോകുന്നു. ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി പോകുമായിരുന്നു. ഇദ്ദേഹം അടുത്തിരുന്നു. ആലോചിക്കണം, ആലുവയിൽ ഇറങ്ങേണ്ട ആള് കൊല്ലം വരുന്നിടം വരെ അടുത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുന്നില്ല. അതാ വസ്തുത. അയാളുടെ ബ്ലഡ് ഒലിച്ച് ആ സൈഡിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ആലപ്പുഴ നിന്ന് കയറിയപ്പോൾ ഇയാളെ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ വെച്ച് മുറുക്കി പ്രായമുള്ള ആളാണ് സാറ്. അതാണ് കണ്ടോ, ശിവദാസ് എന്നാണ് പേര്. അപ്പൊ അയാളുടെ വായ്പൂടെ നൊരയുമ്പതേക്ക് വരുന്നു. പിന്നീടാണ് എന്റെ നേരത്തെ നിൽക്കുക. ഞാൻ നിൽക്കുന്നു ഓപ്പോസിറ്റ്. പക്ഷെ ആരെയും ശ്രദ്ധിക്കുന്നില്ല. ലാസ്റ്റ് ബ്ലഡ് പിന്നെയും വന്നു. താഴെ നോക്കുമ്പോൾ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പൊ മനസ്സിലായി എന്തോ ആണെന്ന്. അയാളെ പൊട്ടി വിളിച്ചിട്ട് അയാൾ ഉണരുന്നില്ല. എന്നുവെച്ചാൽ സ്ട്രോക്ക് വന്ന് കഴിഞ്ഞു. ഇവിടെ വെച്ചാൽ വന്നു കഴിഞ്ഞു. പക്ഷെ സാറോട് പറയാൻ ആ ട്രെയിനിൽ നിന്ന് ഒരു കുപ്പി വെള്ളം ചോദിച്ചിട്ട് പോലും തരാൻ മനസ്സ് കാണിക്കാത്ത കുറെ ആൾക്കാർ യാത്രക്കാരതിലുണ്ടായിരുന്നു. അവസാനം ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കുപ്പി താ. കാരണം അയാൾ അപ്പം തന്നെ ഞങ്ങൾ കിടത്തി. ഫസ്റ്റ് എയ്ഡ് ഞാൻ കൊടുത്തു. എനിക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ അറിയാം. അതെന്തുകൊണ്ടാണ് പോയി ഈ സേവനങ്ങളൊക്കെ ചെയ്തു. ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ശ്രമിച്ചു. അപ്പൊ തന്നെ പുള്ളി വല്ലാണ്ടായിപ്പോയി. പിന്നെ നമുക്ക് റിസ്ക് അല്ലേ. പിന്നെ ചങ്ങല വലിക്കണമെന്ന് എനിക്കറിയാം. കാരണം ചങ്ങല വലിച്ചാൽ പിന്നെ അരമണിക്കൂർ ലോക്ക് വീണ് കഴിഞ്ഞാൽ റെയിൽവേയിൽ എല്ലാം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ സന്നദ്ധ പ്രവർത്തനം ചെയ്തതിന് വേണ്ടില്ല. പോലീസ് സ്റ്റേഷൻ നമ്പർ ഉണ്ടായിരിക്കണം, ഫയർഫോഴ്സിന്റെ നമ്പർ ഉണ്ടായിരിക്കണം. റെയിൽവേ പോകുമ്പോൾ അത്യാവശ്യം റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ നമ്പറുകളൊക്കെ വേണം. കാരണം ഒരു എമർജൻസി ആർക്ക് എപ്പോഴാണ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ചങ്ങല വലിച്ചില്ല. ഞാൻ തിരുവനന്തപുരം സെൻട്രലിലേക്ക് അറിയിച്ചു. അപ്പൊ തന്നെ കൊല്ലത്ത് വണ്ടി നിർത്തി ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്തു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊരു കുപ്പി തരാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾ അവിടെ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് ഒരു കുപ്പിക്ക് 100 കുപ്പി തരാമെന്ന് പറഞ്ഞു. പിന്നെ അതിലും മനസ്സുള്ളവരുണ്ട്. ഒരു മാന്യമായ വ്യക്തി ചോറുണ്ടായിരുന്ന പാത്രം ചോറ് കമത്തി കളഞ്ഞ് കയ്യിൽ വെള്ളം എടുത്തു വന്നു. അയാളെ ജീവൻ രക്ഷിച്ചു. അപ്പൊ തിരുവനന്തപുരത്ത് ചെന്നപ്പം സാറ് മറ്റേ ഫോട്ടോ കാണിക്കുമ്പോൾ എന്നെ സ്വീകരിച്ചു. ഇതാണ് ആ വാർത്ത. ഓക്കെ സാർ, ഇതാണ് കുഴഞ്ഞു വീണ ആള്. അങ്ങനെ ഈ വർഷത്തെ ഈ കറണ്ട് ഇയറിലെ സർക്കാരിന്റെ ഉത്തരവാണിത്. നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഉത്തരവാണ്. സർക്കാർ അവാർഡ് ഈ വർഷം എനിക്ക് തന്നെ കിട്ടി. എന്താ ഞാൻ ചെയ്തത്? ഒരു ജീവൻ രക്ഷിച്ചു അല്ലേ? അത് എന്തായിരുന്നു അവിടെയും കണ്ടത്? മനസ്സ്. വേണേ എനിക്കും അനങ്ങാതിരിക്കായിരുന്നു അല്ലേ? അവിടെ നിന്ന് ഇവിടം വരെ കയറിയപ്പോൾ ആരെങ്കിലും ആയിക്കോട്ടെ, യാത്രക്കാരനല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അവിടെ ആക്ട് ചെയ്തു അല്ലേ? എന്നോട് ആക്ടിങ്ങാണ് നമുക്ക് വേണ്ടത്. ഇതാണ് ആ വാർത്ത. സാറ് അതിന് തൊട്ട് മുമ്പ് പോകും. ഇതും ഇതേപോലെ തന്നെ ഓരോ സമയങ്ങളിൽ ഇദ്ദേഹം ഇല്ല, ഇദ്ദേഹം മരണപ്പെട്ടു. തീരെ നിർദ്ധനായ കുടുംബമാണ്. എല്ലാ ദിവസവും വരുമ്പോൾ ചോറവിടെ കൊടുക്കും. അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ നിർത്തി. കാരണം ഒന്നും ഇല്ല.
അത് കോവിഡ് സമയത്തൊക്കെ തീരെ ഗതിയില്ലാതെ കിടന്ന ആൾക്കാരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇത് അതിനോടനുബന്ധിച്ച് നടന്ന ഞാൻ ആ ചടങ്ങില് എന്നെ സത്യമാണമായിരുന്നു. അവർ വന്ന് എന്നെ സല്യൂട്ട് ചെയ്തു. എന്നാലോചിക്കേ, ഒരു ഫയർഫോഴ്സിൽ ADGP സന്ധ്യമേടവും ഒരു ഓഫീസർമാരൊക്കെ എന്നെ വിളിച്ച് അവർ നമുക്ക് വേണ്ടി സല്യൂട്ട് ചെയ്തു. ഞാൻ ആരാണ്? കർഷക തൊഴിലാളിയുടെ ഒരു മകളാണ് അല്ലേ. ഞാൻ എവിടം വരെ ചെന്നു? എവിടം വരെ എത്തി പറയാമോ? എവിടം വരെ എത്തി? ബിഗ് സല്യൂട്ട് വാങ്ങിക്കണം വരെ എത്തി. ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. ചുമ്മാ ആരും ബിഗ് സല്യൂട്ട് തരില്ല. ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിലൊക്കെ അതിൻ്റെതായ എഫേർട്ട് ഉണ്ട്. ചുമ്മാതെ പറ്റില്ല. ഇതിലും പണിയാണ് എടുത്തത്. LICക്ക് പണിയെടുക്കുന്നത് പോലെ തന്നെ ഇതിന് നമ്മൾ വേറെ രീതിയിൽ പണിയെടുത്തു. ശരിയല്ലേ? ഓക്കെ സാർ, ഇത് ADGP സന്ധ്യമേടം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഡ്യൂട്ടിക്ക് നിൽക്കുന്നതാണ്. ഇതൊക്കെ കിട്ടുന്ന സമയങ്ങളിലാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എമർജൻസി കോൾ വന്നാൽ ഞാൻ ഈ നിൽക്കുന്നവർക്ക് പോയേ പറ്റൂ. കാരണം ഇതിനേക്കാൾ അർജന്റ് അതാണെങ്കിൽ അതിന് നമ്മൾ പ്രാധാന്യം ഓക്കെ. ഇത് ഇനി ഞാൻ LICയിലേക്ക് കടക്കാം.